ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 11 വരെ. അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. യഹൂദന്മാർ എല്ലാവരും റോമ നഗരം വിട്ടുപോകണം എന്ന് ക്ലൗദിയസ് കൽപ്പിച്ചതുകൊണ്ട് ഇത്താലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്വിലാസ് എന്നു പേരുള്ള ഒരു യഹൂദനെയും അവൻ്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ടു. അവരുടെ അടുക്കൽ ചെന്നു. തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സമ്പാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. ശീലാസും തിമത്യോസും മക്കദോനിയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ടു യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു. അവൻ അവിടം വിട്ട് തീത്തോസ് യൂസ്തസ് എന്ന ഒരു ദൈവഭക്തൻ്റെ വീട്ടിൽ ചെന്നു. അവൻ്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളി പ്രമാണിയായ ക്രിസ്പസ് തൻ്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ടു വിശ്വസിച്ച് സ്നാനമേറ്റു. കർത്താവ് രാത്രിയിൽ ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. അപ്പോസ്തലനായ പൗലോസിൻ്റെ 2ാം മിഷണറി യാത്ര എന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് പല സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയ, തെസ്ലോനിക്ക, ബെറിയ, അഥേന, കൊരിന്ത് എന്നീ സ്ഥലങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും മാപ്പ് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം. ഇത് അടുത്തടുത്ത സ്ഥലങ്ങളാണ്. വടക്ക് ഭാഗത്ത് മക്കദോനിയയിൽ നിന്നും തെക്കോട്ട് യാത്ര ചെയ്ത് താൻ അഥേനയിലും, പിന്നെ അഥേനയിൽ നിന്നൊരൽപ്പം പടിഞ്ഞാട്ട് യാത്ര ചെയ്ത് കൊരിന്തിലും എത്തിയിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായി അപ്പോസ്തല പ്രവൃത്തികൾ കൃത്യമാണ് എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവും. ഇനി ചരിത്രത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചും ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. റോമൻ ചക്രവർത്തിയായിരുന്ന ക്ലൗഡിയസ്, അദ്ദേഹം റോമൻ പട്ടണത്തെക്കുറിച്ച് ഒരു ഉത്തരവ് ഇറക്കി. ആ ഉത്തരവ് ഇങ്ങനെയായിരുന്നു: ആ പട്ടണത്തിലുണ്ടായിരുന്ന യഹൂദന്മാർ, ഒരു കാര്യം ഓർക്കണം, ഈ പട്ടണത്തിൽ അനേക രാജ്യങ്ങളിൽ നിന്നുള്ള അനേക തരം ആളുകൾ താമസിച്ചിരുന്നു. അതിലൊരു കൂട്ടരായിരുന്നു യഹൂദന്മാർ. പണ്ട് കാലം തൊട്ടേ യഹൂദന്മാർ ബിസിനസ് ചെയ്യുന്നവരും പണക്കാരുമായിരുന്നു. ഈ യഹൂദന്മാരുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, അവർ ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കുന്നു എന്നൊക്കെ ഒരു പക്ഷേ ചക്രവർത്തിക്ക് തോന്നിക്കാണും. അദ്ദേഹം പറഞ്ഞു, റോമൻ പട്ടണത്തിൽ നിന്നും യഹൂദന്മാർ എല്ലാവരും പുറത്തു പോകണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് ഒരു പട്ടണത്തിൽ നിന്നും ഒരു പ്രത്യേക തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്ന ആളുകളെല്ലാം പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ലോബികളും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. കാരണം അന്ന് രാജവാഴ്ചയാണ്, തിരുവാഴ്ചയ്ക്ക് എതിർവായില്ലല്ലോ. മാത്രമല്ല ഇതിനെതിരെ വിശ്വാസികൾ പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചതായിട്ടോ ഒന്നും നമ്മൾ വായിക്കുന്നുമില്ല. യഹൂദന്മാർ നാട് വിട്ടുപോയി. അങ്ങനെയാണ് റോമിൽ നിന്നും അക്വിലാസ്, പ്രിസ്കില്ല എന്നീ 2 പേർ, ഭാര്യയും ഭർത്താവുമാണ്, അവർ കൊരിന്തിലെത്തിയത്. ഈ സമയത്താണ് പൗലോസ് അഥേനയിൽ നിന്നും കൊരിന്തിലെത്തുന്നത്. ഇവർ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടു എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ഭാര്യയും ഭർത്താവും അവർ നേരത്തെ തന്നെ വിശ്വാസികളായിരുന്നു. പൗലോസും അക്വിലാവും പ്രിസ്കില്ലയും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു.
അവർ വിശ്വാസികളായിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ തൊഴിലൊന്നായിരുന്നു, അവർ കൂടാരപ്പണിക്കാരായിരുന്നു. പൗലോസ് കൊരിന്തിൽ വന്നപ്പോൾ ഇവരുടെ കൂടെ താൻ ജോലി ചെയ്തു തുടങ്ങി. അവർ തമ്മിലുള്ള ബിസിനസ് എഗ്രിമെൻ്റ് എങ്ങനെയായിരുന്നു ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം നമുക്ക് വ്യക്തമായി അറിയാം, പൗലോസ് അവിടെ ജോലി ചെയ്തു. പൗലോസ് ഒരു അപ്പോസ്തലനാണ്. തന്നെ സുവിശേഷം പറയുവാൻ വേണ്ടി ദൈവം വിളിച്ചു വേർതിരിച്ചതാണ്. അന്ത്യോക്യ സഭ അതിനുവേണ്ടി തന്നെ അയച്ചതാണ്. ഇങ്ങനെ ഒരാൾ ജോലി ചെയ്ത് ജീവിക്കുന്നത് ശരിയാണോ? ഇക്കാലത്താണെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നും ദൈവവചനത്തിലൊരു വിഷയമേ അല്ല. പൗലോസ് ജോലി ചെയ്തു എന്ന് തന്നെ അവിടെ എഴുതിയിരിക്കുന്നു. ഒരു സുവിശേഷ പ്രവർത്തകൻ ജോലി ചെയ്താൽ അത് വലിയൊരു പാതകമാണെന്നൊന്നും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇന്ത്യയിൽ മിഷണറിയായി വന്നിരുന്ന വില്യം കേരിയെക്കുറിച്ച് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. അദ്ദേഹം ഒട്ടനവധി ജോലികൾ ചെയ്തിരുന്നു. പുതിയ നിയമം ഇന്ത്യയിലെ പല ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറായി ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്നു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃതത്തിൽ പ്രൊഫസറായി അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തോട് തൻ്റെ ജോലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ സുവിശേഷം പ്രസംഗിക്കാനായാണ് ജീവിക്കുന്നത്, പക്ഷേ എൻ്റെ ചെലവുകൾ നടത്താനായി ഞാൻ ജോലി ചെയ്യുന്നു. ഇംഗ്ലീഷിൽ ഐ ലിവ് ടു പ്രീച്ച് ദ ഗോസ്പൽ ബട്ട് ഐ വർക്ക് ടു പേ ദ ബിൽസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൗലോസിൻ്റെയോ അല്ലെങ്കിൽ വില്യം കേരിയുടെയോ ലക്ഷ്യം ജോലി ചെയ്ത് പണസമ്പാദനം എന്നതായിരുന്നില്ല. മറിച്ച് സുവിശേഷം പ്രസംഗിക്കാനായി അവർക്കൊരു പ്രത്യേക സ്ഥലത്ത് ജീവിക്കണം. അവിടെ ജീവിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കണം, അവർക്ക് ബേസിക് നീഡ്സ് ഉണ്ട്. അതിനുവേണ്ടി അവർക്ക് പണം കിട്ടാൻ യാതൊരു മാർഗവുമില്ല. അവർ ജോലി ചെയ്തു പണമുണ്ടാക്കി ആ പണം കൊണ്ട് അവർ ജീവിച്ചു, എന്നിട്ട് സുവിശേഷം പ്രസംഗിച്ചു. പൗലോസ് കൊരിന്തിൽ ചെയ്തത്, താൻ ആഴ്ച മുഴുവൻ ജോലി ചെയ്തു, ശബ്ബത്തിൽ താൻ പള്ളിയിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു. പല ആളുകളും ജോലി ചെയ്യുന്നത് അവധി ദിവസം അല്ലെങ്കിൽ വീക്കെൻഡിൽ ജോലി ചെയ്ത് കിട്ടുന്ന പണം മുഴുവൻ ചെലവഴിച്ച് സുഖമായി ജീവിക്കാനാണ്. എന്നാൽ പൗലോസ് ജോലി ചെയ്തത് ഈ പണം കൊണ്ട് ജീവിക്കുകയും ശബ്ബത്ത് നാളിൽ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുവാനാണ്. താൻ അതാണ് ചെയ്തത്. യഹൂദന്മാരുടെ സിനഗോഗ് കൊരിന്തിലുണ്ടായിരുന്നു. അവിടെ പോയി താൻ യഹൂദന്മാരോടും അവിടെ വന്ന യവനന്മാരോടും സംസാരിച്ചു. അവരെ സമ്മതിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അവർക്ക് ദൈവവചനത്തിലുണ്ടായിരുന്ന പ്രവചനങ്ങളെക്കുറിച്ചുള്ള സംശയം നിവാരണം ചെയ്തു. യേശുവാണോ ക്രിസ്തു എന്ന കാര്യത്തിൽ അവർക്ക് ബോധ്യം വരുത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. പൗലോസ് അഥേനയിൽ കാത്തിരുന്നതും പിന്നീട് അഥേനയിൽ നിന്ന് കൊരിന്തിൽ വന്നതുമൊക്കെ തിമത്തിയോസും ശീലാസും തന്നോടുകൂടെ ഇല്ലായിരുന്നു, അവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പൗലോസ് അഥേനയിലായിരുന്നപ്പോൾ അവർ പൗലോസിൻ്റെ അടുത്ത് എത്തിയില്ല. പൗലോസ് കൊരിന്തിലെത്തിക്കഴിഞ്ഞ ശേഷമാണ് അവർ വന്നത്. എന്നാൽ അവർ വന്ന ശേഷം പൗലോസ് തൻ്റെ സുവിശേഷ പ്രസംഗത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. യഹൂദന്മാരോട് യേശുവാണ് ക്രിസ്തു എന്ന കാര്യം സമർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ യഹൂദന്മാർ അവരുടെ എതിർപ്പ് ഇവിടെയും തുടർന്നു. അനേക ആഴ്ചകൾ യേശുവിനെക്കുറിച്ച് പൗലോസ് ഈ ആളുകളോട് പറഞ്ഞിരുന്നു. എന്നാൽ അവർ അത് വിശ്വസിച്ചില്ല. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പൗലോസ് കൊരിന്തിലായിരുന്നപ്പോൾ താൻ ജോലി ചെയ്തു എന്ന് വായിക്കുന്നു. ഇനി കുറച്ച് കഴിഞ്ഞ് താൻ ജോലി ചെയ്യാതെ പൂർണ്ണ സമയം സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ ആയിരിക്കാം തനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് നമുക്കെങ്ങനെ അറിയാമെന്നല്ലേ? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ അതിൻ്റെ 11-ാം അധ്യായത്തിൽ താൻ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ, അതായത് കൊരിന്തിൽ ഇരുന്നപ്പോൾ മുട്ടുണ്ടായാറെ ഞാൻ ഒരുത്തനെയും ഭാരപ്പെടുത്തിയില്ല. മക്കെദോന്യയിൽ നിന്ന് വന്ന സഹോദരന്മാർ അത്രേ എൻ്റെ മുട്ട് തീർത്തത്. ഞാൻ ഒരു വിധേനയും നിങ്ങൾക്ക് ഭാരമായി തീരാതെ വണ്ണം സൂക്ഷിച്ചു, മേലാലും സൂക്ഷിക്കും. അതിൻ്റെ അർത്ഥം പൗലോസ് ജോലി ചെയ്ത് പണം കിട്ടി, പിന്നീട് താൻ തൻ്റെ പ്രവർത്തനം തുടർന്നപ്പോൾ തനിക്ക് സഹായമായി മക്കെദോന്യയിലുള്ള, അതായത് ഫിലിപ്പിയിലുള്ള ആളുകൾ പണം അയച്ചു കൊടുത്തു. അതും പൗലോസ് സ്വീകരിച്ചു എന്ന് കാണാം. ജോലി ഉണ്ട് എന്ന് വിചാരിച്ച്
അല്ലെങ്കിൽ ജോലി ചെയ്തു എന്ന് വിചാരിച്ച് അക്കാലത്തുള്ള വിശ്വാസികൾ പൗലോസിനെ സഹായിക്കാതെ ഇരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പൗലോസ് യഹൂദന്മാരോട് യേശുവാണ് ക്രിസ്തു എന്ന കാര്യം പറഞ്ഞിട്ട് അവർ അത് അംഗീകരിച്ചില്ല, അതവർ തിരസ്കരിച്ചു. അവർ പ്രശ്നമുണ്ടാക്കിയെന്ന് മാത്രമല്ല, അവർ പൗലോസിനെ ദുഷിക്കുകയും ചെയ്തു. കാര്യം ഇത്രയൊക്കെ ആയപ്പോൾ പൗലോസ് തൻ്റെ വസ്ത്രം കുടഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ചെയ്തു എന്നാണ് പൗലോസ് പറഞ്ഞത്. ഇനി ഞാൻ ജാതികളിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞ് താൻ ജാതികളോട് സുവിശേഷം പറയുവാൻ തയ്യാറായി. താൻ ജാതികളിലേക്ക് തിരിയുമ്പോൾ അവിടെ ഒരു പ്രത്യേക ആളുടെ വീട്ടിൽ പോയി താമസിച്ചു എന്ന് നാം വായിക്കുന്നു. തീത്തോസ് യൂസ്തസ് എന്നാണ് അയാളുടെ പേര്. അതൊരു ദൈവഭക്തനായിരുന്നു എന്നിവിടെ കാണുന്നു. അതൊരു നല്ല അടയാളമാണ്. ഒരാളെക്കുറിച്ച് ഒരു വിശേഷണം പറയുന്നു, അയാളൊരു ദൈവഭക്തനായിരുന്നു. അയാളുടെ വീട്ടിലാണ് പൗലോസ് താമസിച്ചത്. പേര് വെച്ച് നോക്കിയാൽ, തീത്തോസ് എന്നുള്ള പേര് നോക്കിയാൽ അദ്ദേഹം ഒരു യഹൂദനായിരിക്കാൻ സാധ്യതയില്ല. നമുക്കറിയാമല്ലോ, തീത്തോസിൻ്റെ ലേഖനം പൗലോസ് തീത്തോസിന് എഴുതുന്നുണ്ട്. ആ തീത്തോസ് ഒരു യഹൂദനായിരുന്നില്ല. അതുകൊണ്ട് പേരുകൊണ്ട് ഇയാളൊരു യഹൂദനായിരിക്കാൻ സാധ്യതയില്ല. അയാളുടെ വീട്ടിൽ പോയി പൗലോസ് താമസിച്ചു. പക്ഷേ അയാളുടെ വീട് യഹൂദന്മാരുടെ പള്ളിയോട് ചേർന്നായിരുന്നു. അതിൻ്റെ അർത്ഥം ഇയാൾ ഒരു യഹൂദനല്ലായിരുന്നു എങ്കിലും യഹൂദന്മാരുടെ സിനഗോഗിൽ പോയിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയിരിക്കാം അയാൾ സുവിശേഷം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തത് എന്ന് നമുക്ക് ചിന്തിക്കാം. അതിൽ തെറ്റില്ല. അങ്ങനെ പൗലോസ് അവിടെ താമസിച്ച് തൻ്റെ സുവിശേഷ പ്രസംഗം തുടർന്നുകൊണ്ടേയിരുന്നു. കൊരിന്തിൽ അദ്ദേഹം 1 വർഷത്തിലധികം താമസിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് പല സ്ഥലങ്ങളിലും പൗലോസ് വളരെ കുറച്ച് സമയമേ ചെലവഴിച്ചുള്ളൂ എങ്കിലും കൊരിന്തിൽ ദീർഘനാൾ താൻ താമസിക്കുകയും അവിടെ ആളുകളോട് ദൈവവചനം പറയുകയും ചെയ്തു. അതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്ക് അടുത്തയാഴ്ച ചിന്തിക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.